4x4 ഡീസൽ ഓട്ടോമാറ്റിക് കേട്ടോ. 3 ലക്ഷത്തിന്റെ ഫിറ്റിംഗ്സ് വന്നിട്ടുണ്ട്. ആ ഒരു ഫിറ്റിംഗ്സിന്റെ എമൗണ്ട് നമുക്ക് വരാത്ത രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. മാക്സിമം എത്ര രൂപയ്ക്ക് വണ്ടി ഇറങ്ങാൻ പറ്റും? നമുക്കൊരു 25,000 ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ ഒരു താറും ഉണ്ടാവും. ഏകദേശം ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. നിലവിൽ കമ്പനി വാറന്റി ഇല്ലാത്ത വാഹനങ്ങൾക്ക് അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ 1 വർഷം കമ്പനി വാറന്റി നമുക്ക് കൊടുക്കാൻ പറ്റും. പുതിയ കാറിന് കൊടുക്കുന്ന പോലെ ഇത് നമുക്ക് 12,90,000 രൂപ. 12,90,000 ഒന്നുകൂടെ നമുക്കൊരു അഫോർഡബിൾ പ്രൈസ് ആണ്. നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം, ചെറിയൊരു ബഡ്ജറ്റ് പ്രൈസ്, ചെറിയ ലോ കിലോമീറ്റർ 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുൾ ഓണും ചെയ്യാലോ. 10 ലക്ഷത്തിൽ കൂടുതൽ നമുക്ക് വില കുറച്ച് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഫിറ്റിംഗ്സിന്റെ ചാർജ് നമുക്ക് അവിടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഫോർഡ് എൻഡോർ ഇതാണ് ഇന്നത്തെ താരം. നമ്മൾ എവിടെ നോക്കി കഴിഞ്ഞാലും ഏറ്റവും ആളുകൾ ആഗ്രഹിക്കുന്ന വാങ്ങാനൊക്കെ ഇഷ്ടപ്പെടുന്ന കൂടുതൽ എൻക്വയറി ഉള്ള വാഹനമാണ്. കാരണം ഇതിന്റെ റീ രജിസ്ട്രേഷൻ തന്നെ ഏകദേശം ഈ പ്രൈസ് വരുന്നുണ്ട്. ഇതിപ്പോ ലേഡീസിനായാലും ഒരു ഓട്ടോമാറ്റിക് തരുന്ന ഒരാളുകൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആണ്. സെക്കൻഡ് വിൽക്കൂല. കാരണം ഇതിന്റെ ഡീസൽ ആണ്. ഏകദേശം 22-24 കിലോമീറ്റർ മൈലേജ് ഓടിക്കാൻ വളരെ സുഖമുള്ള ചെറിയൊരു കാറാണെങ്കിലും വലിയ എല്ലാ ഇതിന്റെ ഹാൻഡിലൊക്കെ നോക്കി നമുക്ക് ഒരു പ്രീമിയം സെഗ്മെന്റിൽ കൊടുക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കൊരു ചെറിയ ബഡ്ജറ്റ് കൊടുക്കും ചെയ്യാലോ. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 20,000 കിലോമീറ്റർ. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഷോറൂമിൽ പോകണമെങ്കിൽ നമുക്ക് വെയിറ്റിംഗ് വരെ വരുന്ന ഒരു വാഹനമാണ് നമ്മുടെ SUV 700. അത് നമുക്ക് ഇവിടെ 2 റെഡി സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളതാണ് ഹൈലൈറ്റ്. ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു ജമണ്ടൻ ഐറ്റം ആണ്. കാരണം നമുക്ക് താറൊക്കെ നോക്കുന്നവരൊക്കെ വേറെ എവിടെയും പോകണ്ട. അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല SUV ഉള്ള കിടിലൻ കളക്ഷൻസ്. അതേപോലെ തന്നെ നമുക്ക് തവണ ഐലക്സ് ഒക്കെ നോക്കുന്നവർ തവണ വേറെ എവിടെയും പോകണ്ട. ഷോറൂമിൽ പോകാതെ നേരെ ഇങ്ങോട്ട് വന്നോളില്ല. അത് രജിസ്റ്റർ ചെയ്യാത്ത വണ്ടിയാണ്. അതൊക്കെ നല്ല കിടില ഓഫർ പ്രൈസിലാണുള്ളത്. മാനിക്കത് താറ് ഫുള്ള് നിറച്ചിട്ടിരിക്കുകയാണല്ലോ. എല്ലാ ഐറ്റംസും ഉണ്ട്. കാരണം നമ്മള് പുതിയ ഷോറൂമിന്റെ വർക്ക് എടുക്കുന്നുണ്ടല്ലേ. ഓക്കെ, ഏകദേശം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായില്ല. അതേപോലെ തന്നെ എൻഡേവറിന്റെ ഏറ്റവും ന്യൂ ഫേസ് ഒക്കെ ഉണ്ട്. അപ്പൊ മാനിക്ക നമ്മളെ ലൊക്കേഷൻ ഇതുവരെ കാണാത്ത ആളുകൾക്ക് വേണ്ടി നമ്മൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ വെള്ളൂമ്പ്രം എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നും മലപ്പുറം മഞ്ചേരി ഭാഗത്തേക്ക് 12 കിലോമീറ്റർ, മഞ്ചേരി മലപ്പുറം ടൗണിൽ കോഴിക്കോട് ഭാഗത്തേക്ക് 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാനൂസ് കാർ വേൾഡിൽ എത്താൻ പറ്റും. ഇങ്ങനൊന്നും അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത മാനൂസ് കാർ വേൾഡിന്റെ എല്ലാ ഡീറ്റെയിലും അവർക്ക് ലഭിക്കും. അപ്പൊ അതാണ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിന് നമുക്ക് ഇതാണോ നിങ്ങൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് സേവ് ചെയ്യാം. കാറ്റലോഗിൽ നമുക്ക് ഡെയിലി അപ്ഡേഷൻ അറിയാം. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാ പേജില് മാനൂസ് കാർ വേൾഡ് ഉണ്ട്. അതേപോലെ യൂട്യൂബ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. വെബ്സൈറ്റിൽ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ട്. www.manuscarworld.com. അപ്പോൾ അതാണ് നമുക്ക് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നേരത്തെ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും യൂസ് ചെയ്ത് നമുക്ക് എത്താൻ പറ്റൂല. അപ്പൊ മാനുക്ക, നമ്മളുടെ ഒരു ഹൈലൈറ്റ് പറഞ്ഞാൽ നമ്മളെ വാറന്റി തന്നെയാണ് അല്ലേ. അപ്പൊ പലരും പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടി നമ്മളെ വാറന്റി ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ. അതായത് നിലവിൽ കമ്പനി വാറന്റി ഇല്ലാത്ത വാഹനങ്ങൾക്ക് അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ 1 വർഷം കമ്പനി വാറന്റി നമുക്ക് കൊടുക്കാൻ പറ്റും. പുതിയ കാറിന് കൊടുക്കുന്ന പോലെ നമുക്ക് 1 വർഷം വാറന്റി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത്. സാധാരണ ഈ യൂസ്ഡ് കാറിൽ അങ്ങനെ കൊടുക്കാൻ കഴിയാത്തതല്ല. പക്ഷെ നമ്മൾ അത് നോക്കുന്നുണ്ട്. കാരണം 8ഓളം ചെക്കിങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കാറ് പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 100% ആ ഇതിൽ നമ്മൾ വിശ്വാസമാണ്. പിന്നെ അതുമല്ല, മാനുക്ക നമുക്ക് 26ാമത്തെ വർഷമാണ്. ഇത്രയും കാലമായിട്ട് മാനുക്ക ഇവിടെ ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മളൊരു ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതാണ് നമുക്ക് ഇതുവരെ ഞാൻ ചെയ്യാത്തൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം എന്ന് പറയാം. പക്ഷെ ഫ്രഷ് ആണ്, സെക്കൻഡ് ഹാൻഡ് പോലെ നമുക്ക് ചെയ്യാന്നുള്ള അർത്ഥമാണല്ലേ. ഐലക്സ് എങ്ങനെയായിരുന്നു മാനുക്ക ഡീറ്റെയിൽസ് വരുന്നത്? അതായത് ഇത് എന്ന് പറഞ്ഞാല് ഓൾറെഡി ഈ വാഹനം രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇത് വാഹനം ഡെലിവറി എടുത്ത് ഉടൻ തന്നെ ഇതിന്റെ ഓണർ അബ്രോഡാ. അതുകൊണ്ട് തന്നെ ഈ വാഹനം 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മോഡല് ഇപ്പൊ നമ്മൾ RC മോഡൽ കിട്ടുക, മാനുഫാക്ചറിംഗ് മോഡൽ കിട്ടുക 24 പക്ഷെ വാഹനം രജിസ്റ്റർ 2026 നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുള്ളൂ. അപ്പൊ നിലവിൽ നമുക്ക് രജിസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു കണ്ടീഷനിൽ 9,000 കിലോമീറ്ററിലാണ് നമുക്ക് ഈ വാഹനം ഉള്ളത്. പിന്നെ ഈ വാഹനത്തിന് അത്യാവശ്യം നമുക്ക് അഡീഷണൽ ആയിട്ട് ഒത്തിരി നമുക്ക് അഡീഷണൽ ഫിറ്റിംഗ്സുകൾ ചെയ്തിട്ടുണ്ട്. 3 ലക്ഷം രൂപയുടെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ഓഫ് റോഡ് നമുക്ക് ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് ഈ ഒരു വാഹനത്തെ കുറിച്ച് നമ്മൾ കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത്രയും ഫീച്ചേഴ്സ് ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടെ തന്നെ നമുക്ക് അഡീഷണൽ ഫിറ്റിംഗ്സുകൾ ഒത്തിരി ചെയ്തിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ വരുന്ന ഒരു ഓഫ് റോഡറാണ് ഈ ഒരു വാഹനം. നമുക്ക് ഫോർച്യൂണറിനേക്കാളൊക്കെ മുകളിൽ വരുന്ന ഒരു സെഗ്മെന്റ് ആണ് ഈ ഒരു വാഹനം അല്ല. മാനുക, നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഒരു വാഹനം? ഇത് നമുക്ക് ഒരു 38 ലക്ഷം രൂപക്ക് ലാസ്റ്റ് കൊടുക്കാൻ പറ്റും. പുതിയൊരു വാഹനം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു അത്യാവശ്യം 10 ലക്ഷത്തിൽ കൂടുതൽ നമുക്ക് വില കുറച്ച് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഫിറ്റിംഗ്സിന്റെ ചാർജ് നമുക്ക് അവിടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് നമുക്ക് മാക്സിമം ലോണൊക്കെ ചെയ്യാലോ. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. കാരണം ഒരു പുതിയ വണ്ടി എടുക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും, കാരണം 9,000 കിലോമീറ്റർ ഓടിയിട്ട് ഒന്നും ആയിട്ടില്ല, ക്ലെയിമോ ഒന്നും വാങ്ങിയിട്ടില്ല, അത് രജിസ്റ്റർ ചെയ്തിട്ട് അത് 2026 പുതിയ വണ്ടി എങ്ങനെയാണോ എടുക്കുന്നത് അതേപോലെ എടുത്ത് ഓടിക്കാം, നമുക്ക് ഓടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പൊ ഫോർഡ് എൻഡോർ
ഇതാണ് ഇന്നത്തെ താരം. നമ്മൾ എവിടെ നോക്കി കഴിഞ്ഞാലും ഏറ്റവും ആളുകൾ ആഗ്രഹിക്കുന്ന വാങ്ങാനൊക്കെ ഇഷ്ടപ്പെടുന്ന കൂടുതൽ എൻക്വയറി ഉള്ള വാഹനമാണ്. കാരണം ഇതിന്റെ റീ രജിസ്ട്രേഷൻ തന്നെ ഏകദേശം ഈ പ്രൈസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് തന്നെ റീ രജിസ്ട്രേഷൻ ഡൽഹി ഒക്കെ വാഹനങ്ങളെ കാണിച്ചില്ല 13.5, 14, 15 ലക്ഷം രൂപയാണ് ഡൽഹിയിൽ കൊടുക്കുന്നത്. ഇവിടെ കൊണ്ടുവരണം, ടാക്സ് അടക്കണം, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യണം. എന്നാലും റീ രജിസ്ട്രേഷൻ എന്നുള്ള ചീത്തപ്പേര് ഉണ്ടാവും ചെയ്യും. പിന്നെ അതുമല്ല നമുക്ക് ടെൻഷനുമാണ്. ഇത് സിംഗിൾ ഓണർഷിപ്പിൽ കേരള രജിസ്ട്രേഷനിൽ ഡോക്ടർ ഓണർ ആയിട്ടുള്ള കറക്റ്റ് കമ്പനി സർവീസ് ചെയ്തിട്ടുള്ള ഈ വാഹനം. അത്ര നമുക്ക് പക്ക വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ്. ഇന്ത്യയിലൊക്കെ നോക്കി നമുക്ക് ആ ഒരു പുത്തൻ വാഹനത്തിന്റെ അതേ ഫീലിൽ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഒറിജിനൽ കേരള സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. വാഹനപ്രേമികളുടെ എന്നും നമുക്ക് മനസ്സിലുള്ള ആരാണ്. ഫോർഡ് ഇന്ത്യ വിട്ടെങ്കിലും ഫോർഡിന്റെ വണ്ടികളൊന്നും ആളുകളുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. പ്രത്യേകിച്ച് എൻഡ്യൂർ. കാരണം ഇതിനെ കിടപിടിക്കാൻ ഇപ്പൊ ഒരു ഫോർച്യൂണറാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഉപയോഗിച്ച ആളുകൾക്കറിയാം ഫോർച്യൂണറിനേക്കാളും എത്രയോ മേലെയാണ് ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞതല്ല. അതുകൊണ്ട് തന്നെയാണ് ഫോർഡ് വരുന്നത് എന്ന് പറഞ്ഞപ്പോ ആളുകള് രണ്ട് കൈയും നീട്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇത് നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? 2 ലിറ്റർ എഞ്ചിനാണ്, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഇതിന്റെ പ്രൈസ് നമുക്ക് 20,50,000 രൂപക്ക് ഇത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഒരു ബെസ്റ്റ് പ്രൈസിന് നമുക്ക് ബെസ്റ്റ് പ്രൈസിന് കൊടുക്കാൻ പറ്റും. അതായത് ഡൽഹി വാഹനങ്ങളുടെ പ്രൈസ് എത്രയാണെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ആ വണ്ടി ഇവിടെ വന്ന് ടാക്സ് ഒക്കെ ഏകദേശം ഈ ഒരു എമൗണ്ടിക്ക് വരും. ആ റേറ്റ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിത് ചെയ്യാം. അടുത്ത നമുക്ക് അതിന്റെ നേരെ ഒരു കുഞ്ഞനുജനാണ്, ന്യൂ ഫേസില് വിത്ത് ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു എക്കോ സ്പോർട്ട്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് നമുക്ക് വരുന്നത്? 2019 പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അത് മോഡൽ ഉണ്ട്. അപ്പൊ ലോ കിലോമീറ്റർ വണ്ടി. എങ്ങനെയായിരുന്നു നമുക്ക് ഓൺഷിപ്പ് കാര്യങ്ങൾ? ഇത് ടൈറ്റാനിയം പ്ലസ് ആണ്. ഇത് ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അല്ലെ? ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അത്രയും ഗ്യാരണ്ടി കാര്യങ്ങളെല്ലാം പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ വാഹനം? ഇത് കൂടുതൽ ആളുകൾ ഇപ്പൊ ലേഡീസിനായാലും ഒരു ഓട്ടോമാറ്റിക് തരുന്ന ആളുകൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആണ്. ഇതിന്റെ പ്രൈസ് തന്നെ നമുക്ക് ഒരു 7,40,000 രൂപ കൊടുക്കാം. ഒരു ഹാഷ് ബാഗിന്റെ പ്രൈസിന് കൊണ്ടുപോകാം. ഏറ്റവും ടോപ്പ് ലോഡില് അത് നമുക്കൊരു ഓട്ടോമാറ്റിക് വണ്ടി. 2019 ആണ്, ഓട്ടോമാറ്റിക് ആണ്, പെട്രോൾ ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 7,40,000 രൂപ ബെസ്റ്റ് പ്രൈസിന്. നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും. ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അടുത്തൊരു വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കിഡിലെ അയച്ചാണ്. നമ്മളെ താറ് അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി വൈറ്റ് വണ്ടിയാണ്. നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും. പക്ക ഒരു റൂബിക്കോൺ ടൈപ്പ് ഫുള്ളി കൺവേർട്ട് ചെയ്തിട്ടുള്ള വാഹനം അല്ല. ഓഫ് റോഡ് ബമ്പേഴ്സ് കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2022 ആണ്. 1,18,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നല്ല നീറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാലം സിംഗിൾ ഓണർഷിപ്പ് ആണ്. അത്യാവശ്യം നമുക്ക് നല്ല അഡീഷണൽ ഫിറ്റിംഗ്സും നല്ലൊരു വാഹന ഇഷ്ടപ്പെടുന്ന ഒരാൾ കൊണ്ടുവരുന്നതാണ് അല്ലെ. നമുക്കൊരു വാഹനപ്രേമി വണ്ടി കൊണ്ടെടുക്കാൻ അത്രയും കെയർ ചെയ്തിട്ടായിരിക്കും ആ ഒരു വണ്ടി കൊണ്ടെടുക്കാം. അതും സിംഗിൾ ഓൺഷിപ്പിൽ നല്ല ഫിറ്റിംഗ്സ് ചെയ്തൊരു ഡീസൽ ഓട്ടോമാറ്റിക്കില് അത്യാവശ്യം ഫിറ്റിംഗ്സ് ചെയ്തൊരു വാഹനം. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ വാഹനം? ഇത് നമുക്ക് ഫൈനലായിട്ട് ഒരു 13,35,000 രൂപ കൊടുക്കും. ബെസ്റ്റ് പ്രൈസിന് കൊടുക്കാൻ പറ്റും. കാരണം നമുക്ക് ഈ ഒരു ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോ ഒരു 2-3 ലക്ഷത്തിന്റെ ഫിറ്റിംഗ്സ് വന്നിട്ടുണ്ട്. ആ ഒരു ഫിറ്റിംഗ്സിന്റെ എമൗണ്ട് നമുക്ക് വരാത്ത രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. മാക്സിമം എത്ര രൂപയ്ക്ക് വണ്ടി ഇറങ്ങാൻ പറ്റും? നമുക്കൊരു 25,000 ഒക്കെ ഉണ്ടെങ്കിലോ. 25,000 ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ ഒരു താറും ഉണ്ടാവും. ഡീസൽ ഓട്ടോമാറ്റിക്കലി സിംഗിൾ ഓൺഷിപ്പ് വാഹനം. അടുത്ത തവണ അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2022 ആണ്. ഇത് 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഫാൻസി നമ്പർ ഒക്കെ വരുന്ന വാഹനം. 8,000 ആണ്. നല്ല നമ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്ക് പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. 22 മോഡൽ വണ്ടി, 79,000 കിലോമീറ്റർ. സ്മാരകത്ത് നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? 13,90 കൊടുക്കാം. 13,90 നമുക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതിനും ഒരു 50-1 ലക്ഷം രൂപ ഉണ്ടെങ്കിലും വണ്ടി സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം കേട്ടോ. വീണ്ടും നമുക്ക് താർ തന്നെയാണ്. താറിന്ന് അത്യാവശ്യം നമുക്ക് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2024 ആണ്. 60,000 കിലോമീറ്റർ ടൂ വീലാണ്. അപ്പൊ ചെറിയ ഒന്നുകൂടെ ബഡ്ജറ്റ് വേണം. ടൂ വീൽ ഇപ്പോ ഒരു ട്രെൻഡ് ആയിട്ടുണ്ട് അല്ലെ. അത്യാവശ്യം നല്ല ടൂ വീല് നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ ടൂ വീലിലെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി ഡീസൽ തന്നെയല്ലേ വണ്ടി? ഇത് കിലോമീറ്റർ പറഞ്ഞത് 60,000. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? നമുക്ക് ഒരു 12,60,000 രൂപ. 12,60,000 ചെറിയൊരു SUV-ന്റെ പ്രൈസിന് നമുക്ക് താറായും ചെയ്തു. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. അത്യാവശ്യം ടയേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഏകദേശം ഒരു 19 രൂപയ്ക്കാണെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഫുൾ ബ്ലാക്കിൽ വീണ്ടും ഒരു താർ തന്നെയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല്? 21-22 രജിസ്ട്രേഷൻ ആണ്. 90,000 കിലോമീറ്റർ ഉണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 4x4. എങ്ങനെ നമുക്ക് കിലോമീറ്റർ ഒക്കെ വരുന്നത്? കിലോമീറ്റർ 90,000 കിലോമീറ്റർ. ഇത് നമുക്ക് ഫൈനലായിട്ട് ഡീസൽ ഓട്ടോമാറ്റിക് 2021-22 രജിസ്ട്രേഷനിലെ നമുക്ക് 14 ലക്ഷം രൂപക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. 14 ലക്ഷം രൂപക്ക് ഒരു ബെസ്റ്റ് പ്രൈസ് ആണ്. ഫുൾ ബ്ലാക്ക് വണ്ടിയാണ്. അത് നമുക്ക്
വാറന്റി ഫോർ ഡീസൽ ഓട്ടോമാറ്റിക് കേട്ടോ. ഏകദേശം ഒരു 1 lakh ഒക്കെ വണ്ടി ഇറക്കാം അല്ലെ. അടുത്ത നമുക്ക് സ്കോഡയുടെ ഒരു കുഷാക്കാണ്. അത് പക്ക വൈറ്റ് ഫിനിഷിംഗിൽ വരുന്ന ഒരു കിടില ഐറ്റം ആണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മാനിക്ക മോഡൽ കാര്യങ്ങളൊക്കെ? 2022 സിംഗിൾ ഓണർഷിപ്പ് ആണ്. വെറും 24,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ഇത് അപ്പൊ തീരെ ഓടിയിട്ടില്ല എന്ന് പറയാം. ഇന്ത്യയിലൊക്കെ ഒക്കെ നോക്കി നല്ല പക്കയാണ്. സ്കോഡ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അലയൊക്കെ ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് നല്ല കോസ്റ്റ്ലി ആയിട്ട് അലോയൊക്കെ ആഡ് ഓൺ ചെയ്ത വണ്ടിയാണ്. വൈറ്റ് ആണ്, പക്ക നീറ്റ് അല്ലെ. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു വണ്ടിയാണ്. പക്ക നമുക്ക് ഷോറൂം ക്വാളിറ്റി പറയാൻ പറ്റുന്ന വണ്ടി അല്ലെ. സിംഗിൾ ഓൺഷിപ്പ് അല്ല മാനുക. സിംഗിൾ ഓൺഷിപ്പ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഈ പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഈ വാഹനത്തിന്റെ വില എന്ന് പറഞ്ഞാൽ 8,35,000 രൂപയ്ക്ക് ഫൈനലായിട്ട് കൊടുക്കും. അപ്പൊ ഒരു 10 ലക്ഷത്തിന് താഴെ എന്ന് പറഞ്ഞാൽ പോരാ, അതിലാറ് ഒരു ആഷ് ബാഗിന്റെ പ്രൈസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് 24,000 കിലോമീറ്റർ ഓടിയ വണ്ടി നമുക്ക് മാക്സിമം ഫുൾ ഓൺ ചെയ്തുകൂടാ. ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കേട്ടോ. അടുത്ത നമുക്കൊരു ബലേനയാണ്. ബലേനയുടെ ന്യൂ ഫേസ് ആണ്. ഇപ്പൊ നിലവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ നമുക്ക് 4 സിലിണ്ടറിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും നമുക്ക് കൊടുക്കുന്ന ക്യാഷിന് അത്യാവശ്യം വാല്യൂ വരുന്ന ചെറിയ സെഗ്മെന്റ് വരുന്ന ഒരു വാഹനം അല്ല. എങ്ങനെയായിരുന്നു മാനുക ഡീറ്റെയിൽസ് വരുന്നത്? 24 6 മാസം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആക്സിഡന്റോ ക്ലെയിമോ ഒന്നുമില്ല. ഇത് 2000 ഓട്ടോമാറ്റിക് കൂടിയാണ് അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു മാനുക? കിലോമീറ്റർ 38,000. ചെറിയ കിലോമീറ്റർ ഒരു ഓട്ടോമാറ്റിക് സെഗ്മെന്റ്. അത് നമുക്ക് മോഡൽ കൂടുതലാണ്, എന്നാൽ ലോ കിലോമീറ്റർ ആണ്. ഓൺഷിപ്പ് സിംഗിൾ അല്ലായിരുന്നു. സിംഗിൾ ഓണർ. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? നമുക്ക് 8 ലക്ഷം രൂപക്ക് ഫൈനൽ ചെയ്യാൻ പറ്റും. 8 ലക്ഷം രൂപക്കാണ് ഓട്ടോമാറ്റിക് വണ്ടി. ഫൈനല് നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാം. ടയേഴ്സ് കാര്യങ്ങളെല്ലാം പക്കയാണ്. ഏകദേശം ഒരു 19 രൂപ ഉണ്ടെങ്കിൽ ഏകദേശം ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. അടുത്ത നമുക്ക് വീണ്ടും മാനുക്ക നമ്മുടെ അടുത്ത് ചെറുവാനല്ല എന്നുള്ളൊരു സങ്കടം ആളുകൾക്ക് പൊതുവുണ്ട്. അപ്പൊ നമുക്ക് ഇനി വലിയ വാഹനങ്ങൾ ഒത്തിരി വരുന്നുണ്ട്. അതിന്റെ ഇടയിൽ നമുക്ക് കുറച്ച് ചെറുവാഹനങ്ങൾ അതെ, ചെറുവാഹനത്തിലേക്ക് നമ്മള് മാറുന്നുണ്ട്. കാരണം പുതിയ ഷോറൂം ആകുമ്പോൾ ചെറുവാഹനങ്ങൾ ഇവിടെ നമുക്ക് ചെറുതും മറ്റോടത്ത് കുറച്ച് വലിയ ഇതായിരിക്കും. അപ്പൊ അടുത്ത തവണ നമുക്കൊരു വാഗ്നർ ആണ്. മഴക്കാലാണ്, പെരുന്നാളാണ്. അപ്പൊ നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ വാഹനം നോക്കുന്നവർക്ക് ന്യൂ മോഡൽ വാഗ്നർ. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2019 ആണ്. 90,000 കിലോമീറ്റർ ഓടിയ ZXi ആണ്. ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി. അതും നമുക്ക് ഇവിടെ തിരൂർ രജിസ്ട്രേഷൻ ആണ്. ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും നമുക്ക് കമ്പനി ഇൻബിൽഡ് തന്നെ വരുന്നുണ്ട്. റിയറിൽ AC വെന്റ്, കമ്പനി സ്റ്റീരിയോ, LCD സ്ക്രീന്, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും ഉണ്ട്. നമുക്ക് നല്ല മൈലേജും കിട്ടുന്ന ഒരു വാഹനം. അവർക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഒരു വാഹനം? നമുക്ക് 4,65,000 രൂപക്ക് ഫൈനലായിട്ട് ചെയ്യാം. ബെസ്റ്റ് പ്രൈസ് ആണ്. കാരണം നമുക്കൊരു ZXi ആണ് വണ്ടി വരുന്നത്. അതിന്റെ പ്രൈസ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു എമൗണ്ടിൽ നമുക്ക് ചെയ്യാം അല്ലെ. മാക്സിമം ഫുൾ ഓൺ ചെയ്തപ്പോൾ മാക്സിമം നമുക്ക് ഫുൾ ഓൺ ചെയ്യാം. അടുത്ത നമുക്കൊരു ടൊയോട്ട കൊറോള ഓൾഡീസ് ആണ്. ഫുൾ ബ്ലാക്ക് വണ്ടിയാണ്. അപ്പൊ ബ്ലാക്കിനും ബ്ലാക്കുമായി ഒരു സെമി പ്രീമിയത്തിൽ ഡീസൽ ആകുമ്പോൾ അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്ന ഒരു വാഹനം അല്ല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2016 ആണ്. ന്യൂ ഷേപ്പിൽ വരുന്ന 1,82,000 കിലോമീറ്റർ. തേർഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ. അത് നമുക്ക് ഫൈനലായിട്ട് 6,50,000 രൂപക്ക് കൊടുക്കാൻ പറ്റും. 6,50,000 ഡീസൽ വണ്ടിയാണ്. ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാന്നുള്ളതാണ്. നമ്മളൊരു എക്സ്ചേഞ്ച് ചെയ്തതാണ്. എക്സ്ചേഞ്ച് ചെയ്ത വാഹനമാണ് അല്ലെ. അടുത്ത നമുക്കൊരു പ്രീമിയം സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. അത് നമുക്കൊരു Audi Q3 പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നത് ഡോക്ടർ ഓണർ ആണ്. അത് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന കോട്ടയം രജിസ്ട്രേഷന്. കോട്ടയം വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി നമുക്ക് പിന്നെ അത്രയും ക്വാളിറ്റി നമുക്ക് ഒന്നുകൂടി പറയാം. നമുക്ക് ജോഗ്രഫിക്കലി ഒക്കെ നമുക്ക് കുന്നുമലകളൊക്കെ വളരെ കുറവുള്ള ഒരു സ്ഥലം കൂടിയാണ് അല്ലെ. ഇതെങ്ങനെയായിരുന്നു നമുക്ക് ഇതിന്റെ? ഇത് 2016 ആണ്. ഇത് 88,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക് വെൽ മെയിൻറ്റൈൻഡ് ആണ്. അത് നമുക്ക് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മള് തുടക്കത്തിൽ പലപ്പോഴും വരാറുണ്ട്, ഇന്ന് പറഞ്ഞില്ല. കാരണം നമുക്ക് അതർ സ്റ്റേറ്റ് വെഹിക്കിളിന്റെ പരിപാടി നമുക്ക് മാനുസ് കാർ വേൾഡിൽ ഇല്ല. സോ എല്ലാം കേരള വാഹനങ്ങൾ മാത്രമാണ്. അപ്പൊ മാനുക നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റിയ ഒരു വാഹനം? കറക്റ്റ് കമ്പനി സർവീസ് ആണ്. ഇത് 17 ലക്ഷം രൂപക്ക് നമുക്ക് കൊടുക്കാം. 17 ലക്ഷം രൂപക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടി. അടുത്തതാണ് നമുക്ക് മൈലേജും കംഫർട്ടും നല്ല ഫീച്ചേഴ്സും ഉള്ള ഒരു കിടിലൻ ഐറ്റം. ഇത് മാനുക ഞാൻ ഇതുവരെ സെക്കൻഡ് മാർക്കറ്റിൽ ഈ ഒരു വാഹനം നമ്മൾ ചെയ്തിട്ടില്ല. അതെന്താ ചെയ്യാൻ? കാരണം നമുക്ക് ഈ ഒരു വണ്ടിയൊക്കെ സെലക്ട് ചെയ്യുന്ന ആളുകൾ പറഞ്ഞാൽ അത്രയും ആലോചിച്ച് തീരുമാനിച്ചാലേ വണ്ടി ആളുകൾ സെക്കൻഡ് വിൽക്കൂല. കാരണം ഇത് ഡീസലാണ്. ഏകദേശം 22-24 കിലോമീറ്റർ മൈലേജ് ഓടിക്കാൻ വളരെ സുഖമുള്ള ചെറിയൊരു കാറാണെങ്കിലും വലിയ എല്ലാ ഇതിന്റെ ഹാൻഡിലൊക്കെ നോക്കി നമുക്ക് ഒരു പ്രീമിയം സെഗ്മെന്റിൽ കൊടുക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കൊരു ചെറിയ ബഡ്ജറ്റ് കൊടുക്കും ചെയ്യാലോ മാനക. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 20,000 കിലോമീറ്റർ. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസൽ വണ്ടിയാണ്. നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സോ
പണ്ട് നമുക്ക് കോളീസ് ഒക്കെ പറഞ്ഞിരുന്ന പോലെ ഡ്രൈവിംഗ് വ്യൂ ഭയങ്കരമാണല്ലോ. അടിപൊളിയാണ് ഈ ഒരു വണ്ടി. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്, നല്ല മൈലേജും കിട്ടുന്ന ഒരു അടിപൊളി വണ്ടിയില്ല. മാനുക നമുക്ക് ഇത് എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് 2025 ഏകദേശം ഒരു വർഷം ആവുന്നുള്ള വണ്ടി ഇറങ്ങിയിട്ട്. അത് 20,000 ഓടിയിട്ടുള്ളൂ. 20,000 ഓടിയിട്ടുള്ളൂ. ഇതിന്റെ പ്രൈസ് തന്നെ നമുക്ക് ഒരു 11,85,000 രൂപക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്കൊരു ബെസ്റ്റ് പ്രൈസിന് 16 ലക്ഷത്തിന്റെ മുകളിൽ ഈ വാഹനത്തിന് വില വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു 20,000 ഓടിയപ്പോഴേക്ക് നമുക്കൊരു 4-5 ലക്ഷത്തിന്റെ ഡിപ്രീസിയേഷൻ നമുക്ക് ഒരു വാഹനം കൊണ്ടോ മാക്സിമം ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓൺ ഇറക്കും ചെയ്യാലോ. അപ്പൊ മാനിക നമ്മള് ഇതിന്റെ പിന്നെ ഹൈലൈറ്റ്സ് ആണ് അതിന്റെ മൈലേജ്, ഫീച്ചേഴ്സ്, കംഫർട്ട് ആണല്ലേ. അപ്പൊ നമ്മള് കെന്റെ സിറോസ് നമ്മള് ഫൈനൽ റേറ്റ് എന്ന് പറഞ്ഞാൽ മാനിക്ക നമ്മള് നമുക്ക് ഒരു 11,90,000 രൂപക്ക് കൊടുക്കാൻ പറ്റും. 11,90,000. അതായത് ആസ്കിംഗ് പ്രൈസ് 12 മുകളിലാണ്. ഫൈനലായിട്ട് 11,90,000 നമുക്ക് കൊടുക്കാം. 100% ലോൺ, 100 രൂപ കഴിച്ചിട്ട് ബാക്കി ലോൺ കൊടുക്കാം. ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് അത്രയും ഫീച്ചേഴ്സും മൈലേജും. അപ്പൊ ഈ ഒരു മഴക്കാലത്ത് ബൈക്ക് നിന്നാണ് അപ്ഗ്രേഡ് ചെയ്തിട്ട് ചെറിയൊരു ബഡ്ജറ്റിൽ നല്ല മൈലേജ് ഉള്ള ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അത് നമുക്ക് മാക്സിമം ഫുൾ ഓൺ തന്നെ പറയാൻ പറ്റില്ല. പിന്നെ ഒരു ചെറിയ കാര്യം പറയട്ടെ, നമ്മൾ ഈ ഫുൾ ഓൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ വിളിക്കും, ഓക്കെ എന്റെ ആധാർ പാനെല്ലാം തരാം, ഫുൾ ഓൺ പാസ്സായി ഞാൻ വണ്ടി എടുത്തിട്ട് പോരാന്ന്. അങ്ങനെ കുറെ ആൾ വിളിക്കുന്നുണ്ട്. അതല്ല, അത് അതിന്റെ ഒരു ശരിയായ വശമല്ല. ശരിയായുള്ള വശം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് വാഹനം നോക്കി ഒരു അഡ്വാൻസ് ചെയ്ത് ഇനി 100% ലോൺ ആണെങ്കിൽ തന്നെ അത് നമ്മൾ വണ്ടി ഡെലിവറി എടുക്കാൻ സമയത്ത് തിരിച്ചു കൊടുക്കും. മറ്റെന്താന്ന് വെച്ചാല് അവര് ലോണൊക്കെ പാസ് ചെയ്യുമ്പോ അയ്യോ ഇപ്പൊ എടുക്കാൻ പറ്റൂല, ലോണ് കൂടുതലാണ്, അടവ് EMI കൂടുതലാണ്, പല കാരണങ്ങളും പറഞ്ഞിട്ട് അത് നമുക്കൊരു ഇതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നേരിട്ട് വന്നിട്ട് അഡ്വാൻസ് ചെയ്യുന്ന പാർട്ടി എന്ന് പ്രത്യേകം പറയണം. അതുകൊണ്ട് നമ്മൾ ഫുൾ ലോൺ ഇവിടെ എടുക്കുന്ന വണ്ടികൾ അധികം ഫുൾ ലോൺ ആണ്. നമ്മളൊരു 50,000 എന്നൊക്കെ പറയുന്നതിന്റെ ഉദ്ദേശം എന്താ ഇതേപോലത്തെ ഉള്ള ഇതുള്ളതുകൊണ്ടാണ്. കാരണം ബാങ്ക് ആയിട്ട് നമുക്കുള്ള വിശ്വാസം നഷ്ടപ്പെടാണ്. കാരണം അവര് ഈ വിൽക്കുന്ന ആളുകൾക്ക് ഒരു വാക്കേ ഉണ്ടാവുള്ളൂ. പക്ഷെ ബാങ്കിനെ സംബന്ധിച്ച് ഒരുപാട് പേപ്പേഴ്സ് അവർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു ആൾ ഇതിന് വേണ്ടിട്ട് മെനക്കെടുന്നുണ്ട്. അവരുടെ അധ്വാനം നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ടാണ് അത്. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് എല്ലാവരും ആർക്കും വെറുതെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രൂപത്തിൽ നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് അതിലേക്കും കടക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇതില്ലേ. അടുത്ത് നമുക്ക് ഷോറൂമിൽ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് വെയിറ്റിംഗ് വരെ വരുന്ന ഒരു വാഹനമാണ് നമ്മുടെ SUV 700. അത് നമുക്ക് ഇവിടെ 2 റെഡി സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളതാണ് ഹൈലൈറ്റ്. 2 നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്ന, ഒന്ന് നമുക്ക് നിലമ്പൂർ രജിസ്ട്രേഷൻ, ഒന്നൊരു KEL 40 രജിസ്ട്രേഷനുമാണ്. ഫസ്റ്റ് തന്നെ മാനുക നമുക്ക് ഈ റേറ്റ് അല്ല നമ്മുടെ സ്വന്തം മലപ്പുറം നിലമ്പൂർ രജിസ്ട്രേഷൻ വണ്ടിയില്ല. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2022 AX7L ലക്ഷറി, ഏറ്റവും ടോപ്പ് ഡീസൽ ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക്, ഡീസൽ ഓട്ടോമാറ്റിക്, നല്ല ഫീച്ചേഴ്സ് ഉള്ള വണ്ടി. ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്നിപ്പോ നമുക്ക് ശരിക്കും ഈവൻ നമുക്ക് താറിനേക്കാൾ കൂടുതൽ ആളുകൾ ഇറക്കുന്ന ഒരു വണ്ടി എന്ന് പറയാം. അത്രയുള്ള ഒരു 7 സീറ്റർ, അതും ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി അല്ല. മാനക്കത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 76,000 കിലോമീറ്റർ. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന ഒരു കിഡ്ല ഐറ്റം. മാനക്കത് നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു 21 ലക്ഷം രൂപക്ക് ഫൈനലായിട്ട് കൊടുക്കാം, നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഫ്രഷിന്റെ വില നിങ്ങൾ അന്വേഷിക്കുക, ലക്ഷങ്ങൾ നമുക്ക് ലാഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ്. അതും ഡീസൽ ഓട്ടോമാറ്റിക്കില് ഏറ്റവും ടോപ്പ് എൻഡ്. നമ്മൾ വീണ്ടും നമുക്ക് സെയിം കളറിൽ തന്നെ അത് നല്ല ഫാൻസി 448 നല്ല നമ്പറൊക്കെ വരുന്ന ഒരു അടിപൊളി ഐറ്റം ആണ്. ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആണോ മാനിക? അത് ഡീസൽ മാനുവലാണ്. അപ്പൊ നമുക്ക് മാനുവലും ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്. ഇതിനുള്ള പ്രത്യേകത എന്താ അറിയോ? ഇതൊരു ബഡ്ജറ്റ് ആയിട്ട് ഒരു XUV ഡീസൽ ഉപയോഗിക്കണം എന്നുള്ള ആളുകൾക്ക് പറ്റിയ വണ്ടിയാണ്. ഇതിന്റെ പ്രൈസ് എത്ര അറിയോ? 13,90,000 രൂപയാണ് ഇതിന്റെ പ്രൈസ്. ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. 2024 മോഡല്, ഡീസലാണ്, 5 സീറ്റർ ആണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാല് 13,90,000 രൂപ. ഇതിന് 100% ലോണും അവൈലബിൾ, നമുക്ക് ലോണും അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് SUV ആയും ചെയ്ത് എന്നാൽ നമുക്ക് നമ്മളെ ഒരു ബഡ്ജറ്റില്, സാധാരണക്കാരുടെ ബഡ്ജറ്റിൽ നമുക്ക് അഫോർഡബിൾ ആയ പ്രൈസിന് നമുക്ക് കൊണ്ടാൻ പറ്റുന്ന ഒരു 700 എന്ന് പറയാം. 13 സംതിങ് മാക്സിമം ഫുൾ ഓണും ചെയ്യാലോ, ഫുൾ ഓൺ ചെയ്യാം. അത് നല്ല കിടിലം വണ്ടിയാണ്. അത്രയും ഗ്യാരണ്ടി കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയില്ല, അതും ഫുൾ ഓണില്. അപ്പൊ ഇനി നമുക്ക് ബാക്കിലും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉള്ള വാഹനങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അതിന് മുമ്പ് തവണ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്നാണ് പോരുന്നത്. ഇതും കൂടി കാണിക്കാം. അപ്പൊ തവണ നമുക്ക് MG Hector, അത് ഇതിന്റെ ഒരു അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് നമുക്കിവിടെ. അത് പല ജനറേഷനിൽ പല കളേഴ്സിലുണ്ട്. അപ്പൊ നമുക്ക് ഷോറൂമിൽ പോയാൽ വരെ കാണാത്ത ഐറ്റംസുകൾ ഇവിടെ ഉണ്ട് അല്ലെ. അതാണ് ഫുൾ ബ്ലാക്കിൽ ഒരു അടിപൊളി ഐറ്റം. 7 സീറ്റർ ആണോ? 7 സീറ്റർ Hector പ്ലസ് ആണ് അല്ലെ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2020-21 ഡീസലാണ്, മാനുവലാണ്. ഡീസൽ മാനുവൽ ആണ്, 7 സീറ്റർ ആണ്. സോ നല്ല മൈലേജും കിട്ടും, നല്ല കംഫർട്ടും നല്ല ഫീച്ചേഴ്സും, പനോരമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന വണ്ടിയില്ല. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? 55,000. അപ്പൊ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലെ മാനുക? അപ്പൊ ഒരു 7 സീറ്ററിൽ ഡീസലില്
ചെറിയ കിലോമീറ്റർ വിത്ത് പനോരമിക് സൺറൂഫ് എല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയന്റ്. എത്ര രൂപ ചെയ്യാൻ പറ്റും? 13,50,000 കൊടുക്കാൻ പറ്റും. നമുക്ക് നേരത്തെ പറഞ്ഞ 5 സീറ്ററിന്റെ വിലക്ക് ഒരു 7 സീറ്റർ കൊടുക്കാം. അത് നല്ല ഫീച്ചേഴ്സ് ഉള്ള വണ്ടി അല്ലേ? ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്യാം. ഇനി തവണ അതിന്റെ ഒരു അടിപൊളി കളറ്, വളരെ റെയർ ആയിട്ട് ഇതിപ്പോ വിൻസറിലൊക്കെ ഇറങ്ങിയിട്ടുള്ള ഒരു കളറാണ് ഈ ഒരു കളർ. MG മാത്രമുള്ള സ്പെഷ്യൽ കളറാണ്. ഇത് 5 സീറ്റർ ആണോ 7 ആണോ? 5 സീറ്റർ. 5 സീറ്റർ. പക്ഷേ 7 സീറ്ററിന്റെ സൗകര്യം ഉണ്ടല്ലോ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2023 ആണ്. ഷാർപ്പ് അന്ന് ഏറ്റവും 5 സീറ്ററിലെ ഏറ്റവും ടോപ്പ് എൻഡ്. ഇത് മാനുവൽ തന്നെയാണ് വരുന്നത്. ഡീസൽ ആണോ അതോ പെട്രോൾ ആണോ വരുന്നത്? പെട്രോൾ ആണ്. 35,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ചെറിയ കിലോമീറ്റർ ആണ്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പൊ ലോ കിലോമീറ്റർ SUV നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ന് പറയാം. സ്ക്രീനൊക്കെ നോക്കി നിങ്ങള്, അത്രയും വലിയ സ്ക്രീന് കാര്യങ്ങൾ. പിന്നെ MG കുറച്ച് നമ്മള് ഫീച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ പറയണ്ട, അത്രയും ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഈ ഒരു വാഹനം അല്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഒരു 13,75,000 രൂപ. 13,75,000 ഫുൾ ഓൺ ചെയ്യാം. അതിന്റെ നേരെ വൈറ്റ് ഫിനിഷിംഗിൽ ഒരു അടിപൊളി ഐറ്റം വരുന്നുണ്ട്. വിത്ത് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന കഴക്കൂട്ടർ രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2024 ആണ്. 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിലാറെ നമുക്ക് ചെറിയ കിലോമീറ്റർ ആണ് വണ്ടി വന്നിട്ടുള്ളത്. ഇത് നമുക്ക് 5 സീറ്ററിലെ ഏറ്റവും ടോപ്പ് എൻഡ്. ഇതിൽ നമുക്ക് അഡാസ് ഒക്കെ വരുന്നുണ്ട്. അല്ല, ഇത് ഷാർപ്പ് പ്രോ ആണ് അല്ലേ? എത്ര? ഷൈൻ പ്രോ ആണ്. ഓക്കെ. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് 12,90,000 രൂപ. 12,90,000. ഒന്നുകൂടെ നമുക്കൊരു അഫോർഡബിൾ പ്രൈസ് ആണ്. നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം, ചെറിയൊരു ബഡ്ജറ്റ് പ്രൈസ്, ചെറിയ ലോ കിലോമീറ്റർ 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുൾ ഓണും ചെയ്യാലോ. 2029 കമ്പനി വാറന്റിയിൽ കിടക്കുന്നത്. അപ്പൊ നമുക്കൊരു പുതിയ വാഹനം എടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഇനിയും 3-4 വർഷം പോലെ നമുക്ക് കമ്പനി വാറന്റിയിലുള്ള ഒരു വാഹനമാണ്. വെറും 14,000 ഓടിയിട്ടുള്ളൂ അല്ലെ? അടുത്ത വീണ്ടും നമുക്കൊരു പിന്നെ SUV 500 ആണ്. അതും റെഡ് ഫിനിഷിംഗിൽ വിത്ത് സൺറൂഫ് എല്ലാം വരുന്ന ഒരു അടിപൊളി ഐറ്റം. ഇതെങ്ങനെയായിരുന്നു നമുക്ക് മോഡല് കാര്യങ്ങൾ? 1,10,000 കിലോമീറ്റർ 2018 W11 ആണ്. 11. അത് ഈ കളറിൽ പ്രത്യേകത എന്താ അറിയോ? ഇത് ലിമിറ്റഡ് കളറാണ്. ഈ റെഡ് ഇത് സാധാ റെഡ് അല്ല, അതൊരു തരം ഒരു വൈൻ റെഡിന്റെ പോലത്തെ ഒരു കളർ. ഓക്കെ. ഇത് നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും മാനിക? ഇത് 10,90,000 രൂപ. 10,90,000 സ്പെഷ്യൽ എഡിഷൻ കളറാണ്. സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന 7 സീറ്റർ ഡീസൽ വണ്ടി അല്ലെ? ഓഫർ പ്രൈസ് ആണ്. മാക്സിമം ലോണും ചെയ്യാം. ഇനി അതാണ് നമുക്ക് അതിന്റെ ഒരു വൈറ്റ് ഫിനിഷിംഗില് ഒരു 500 ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2017 ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക്. അപ്പൊ കംഫർട്ട് പോയി, ഫീച്ചേഴ്സ് പോയി. എന്നാൽ ഡീസൽ ആണ്, ഓട്ടോമാറ്റിക് ആണ്. മോഡല് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് മോഡൽ 2017 മോഡല്. കിലോമീറ്റർ 80,000. ഓണർഷിപ്പ് സിംഗിൾ. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഒരു 8,70,000 രൂപ കൊടുക്കും. എന്താ മാനിക്ക് അത് പൊട്ടിച്ചു കൊടുക്കുകയാണ്? വളരെ പൊട്ടിച്ചു കൊടുക്കുക. കാരണം നമുക്ക് ഇതാവുന്ന ഒരു സ്വിഫ്റ്റ് ഒക്കെ വാങ്ങുന്ന പ്രൈസിനാണ് ഒരു 7 സീറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് കൊടുക്കാൻ പോകുന്നത്. അതും ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാം. അപ്പൊ മാക്സിമം പൊട്ടിച്ചിട്ടുള്ള പ്രൈസ് ആണ് അല്ലേ? അടുത്ത തവണ നമുക്ക് ഇനി ഇവിടുന്ന് അത്യാവശ്യം നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. ഇതിലൊക്കെ എക്കോസ്പോർട്ട്, കോമ്പസ്, ഹാരിയർ. ഇതിനുള്ള പ്രത്യേകത ഈ ലൈനിലൊക്കെ ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ ഈ ഒരു ലൈന് മൊത്തം ഓട്ടോമാറ്റിക് ആണ്. ഇതിന് പുറമെ നമ്മൾ ഒത്തിരി ഓട്ടോമാറ്റിക് പരിചയപ്പെട്ടു. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതാണ് ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്കൊരു കിടല ഐറ്റ് ആണ്. ഫോക്സ് വാഗന്റെ വെന്റോ ആണ്. അതൊരു ലിമിറ്റഡ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു കളറാണ് ഈ ഒരു കളർ അല്ലേ? മാർക്ക് എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? 2017 ആണ്. 1,14,000 കിലോമീറ്റർ ഓടിയിട്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നല്ല അടിപൊളി നമ്പറാണ്. 0102 ഒരു സീരീസ് ആയിട്ടുള്ള നല്ലൊരു ഫാൻസി നമ്പർ. സിംഗിൾ ഓൺഷിപ്പിൽ ഓട്ടോമാറ്റിക് വണ്ടി. നമ്മളെ പ്രൈസ് ആണ് പറഞ്ഞത് ഹൈലൈൻ ആണ്. ഏറ്റവും ടോപ്പിന്റെ വണ്ടി അല്ല? എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 4,45,000 ചെയ്യാൻ പറ്റും. ഇറങ്ങിയ സമയത്തിനേക്കാൾ 4-1 പ്രൈസിനാണ് നമ്മൾ കൊടുക്കുക. പകുതിയുടെ പകുതി എന്ന് പറയാല. അത്രയും കുറച്ചിട്ടാണ് ഏറ്റവും ടോപ്പ് എൻഡിൽ ഓട്ടോമാറ്റിക് വണ്ടി നമ്മൾ കൊടുക്കുന്നത് ചെറിയൊരു പ്രൈസിന് അല്ലേ? അടുത്ത നമ്മൾ കേയുടെ ഒരു സോണറ്റ് ആണ്. അതും ഫുൾ ബ്ലാക്കില് വിത്ത് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന GT ലൈൻ ആണോ? അത് GT ലൈൻ ആണ്. സീറ്റ് വെന്റിലേഷനും അതും നമുക്ക് ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്ന ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. ആവും ഏറ്റവും ടോപ്പ് എൻഡ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2020 ആണ്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് ലാസ്റ്റ് 9,30,000 രൂപ കൊടുക്കാൻ പറ്റും. 10 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റില് ഒരു GT ലൈന് ഡീസൽ ഓട്ടോമാറ്റിക്കലി വരുന്ന വണ്ടി. സീറ്റ് വെന്റിലേഷൻ, സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് 10 ലക്ഷത്തിന് താഴെ. ഫുൾ ഓൺ ആയിട്ട് ഇതവിടെ നേരെ അതിന്റെ ചേട്ടനാണ് നമ്മളെ സ്വന്തം സെൽട്ടോസ് വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ ഡുവൽ ടൂണില് ഓട്ടോമാറ്റിക്. ഇതെങ്ങനെയായിരുന്നു മോഡല്? 2022 ആണ്. 22 വണ്ടി HDK പ്ലസ് ഡീസൽ ആണ്, ഓട്ടോമാറ്റിക്കും ആണ്. അപ്പൊ നമുക്ക് സെൽട്ടോസും സോണറ്റും നമുക്ക് ഇവിടെ
ഡീസൽ ഓട്ടോമാറ്റിക്കിലുണ്ട്. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു വരുന്നത്? ഇത് കിലോമീറ്റർ 54,000 കിലോമീറ്റർ. 54,000 ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 12,90,000 രൂപ ഒരു ബഡ്ജറ്റ് പ്രൈസിന് കൊണ്ടുപോകാം. ഡീസൽ ഓട്ടോമാറ്റിക് മാക്സിമം ലോണും ചെയ്യാം. അടുത്ത നമുക്ക് ക്രെറ്റന്റെ സെക്കൻഡ് ജനറേഷൻ ആണ്. അപ്പോൾ ഇതിന്റെ ഒരു ഹൈലൈറ്റ് നിലവിലെ ജനറേഷനേക്കാൾ നമുക്ക് മെയിൻ്റെനൻസ് കുറവാണ്. അതേപോലെ നമുക്ക് നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഏറ്റവും ടോപ്പിന്റെ തൊട്ട് താഴെയുള്ള അല്ല, ഒരു സൺറൂഫിന്റെ കുറവുണ്ട് ഈ ഒരു ഇതില്. സൺറൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷെ നമുക്ക് നല്ല മൈലേജും അതേപോലെ തന്നെ മെയിൻ്റെനൻസും കുറവുള്ള ഒരു ജനറേഷൻ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2018 ആണ്. 18 SX ആണ്. അതും ഡീസൽ ഓട്ടോമാറ്റിക്, പെട്രോൾ ഓട്ടോമാറ്റിക്. 3,500 കിലോമീറ്റർ അല്ല 35,000 കിലോമീറ്റർ ഓടി. വെറും 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓട്ടോമാറ്റിക് ക്രെറ്റ. എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 8,40,000 രൂപ കൊടുക്കും. മാക്സിമം പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. ചെറിയ പ്രൈസിന് ഫുൾ ഓണും ചെയ്യാലോ. നേരത്തെ നമ്മൾ ഒരു വൈറ്റ് ഫിനിഷിംഗിൽ ഒരു എക്കോസ്പോർട്ട് പരിചയപ്പെട്ടിരുന്നു. ഇതൊരു സ്പെഷ്യൽ കളറിൽ ന്യൂ ഫേസ് ഒക്കെ വരുന്ന ഒരു അടിപൊളി ഐറ്റ് ആണ്. ഇത് നമുക്ക് ഓട്ടോമാറ്റിക് തന്നെയാണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2018 62,000 കിലോമീറ്റർ. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ്. ഓട്ടോമാറ്റിക് അല്ല, പെട്രോൾ മാനുവൽ. ഇത് നമുക്ക് എത്ര രൂപ ചെയ്യാമെന്ന്? ഇത് നമുക്ക് ഒരു ലാസ്റ്റ് പറയാന്നുണ്ടെങ്കിൽ ഒരു 6,25,000 രൂപ. 6,25,000 ചെറിയ പ്രൈസിനാണ് കൊണ്ടുപോവാണ്. അത് നമുക്ക് ഡിപ്പെൻസ് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ വേണ്ടി മാക്സിമം ലോണും ചെയ്യാം. ഞാൻ അടുത്തൊരു US ബ്രാൻഡ് ആണ്. റെഡ് ഫിനിഷിംഗിൽ വരുന്ന ഒരു ജീപ്പ് കോമ്പസ്. അത് നമുക്ക് ഇവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നില്ല വാനിക. ഇത് പക്ക റെഡില്, അതും ഇവിടെ കാൽറ്റർ രജിസ്ട്രേഷനിൽ ഇറങ്ങിയ വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2018 78,000 കിലോമീറ്റർ ഡീസലാണ്. സോ നല്ല പെർഫോമൻസ്, മൈലേജ് വിത്ത് നമുക്കൊരു US ബ്രാൻഡ് ആയും ചെയ്തു അല്ലെ? എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 9,40,000 കൊടുക്കാൻ പറ്റും. 10 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റില് മാക്സിമം ഫുൾ ഓൺ തന്നെ ചെയ്യാം. അടുത്ത നമുക്ക് ടാറ്റയിലെ ഏറ്റവും വലിയൊരു വാഹനം ഏതാ വെച്ചാൽ നമുക്ക് ശരിക്കും ഹാരിയർ തന്നെയാണ് അല്ലെ? അതും നമുക്ക് ഡാർക്ക് എഡിഷൻ ആണ്, ഫുൾ ഓൺ ആണ്, ഡീസലാണ്. അതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ഹാരിയർ. എങ്ങനെയായിരുന്നു മാനിക ഡീറ്റെയിൽസ്? 2020 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്, ഡാർക്ക് എഡിഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡില് മാനുവലില് ഫുൾ ബ്ലാക്കിൽ വരുന്ന ഡീസൽ മാനുവൽ അല്ലേ? മാർക്കത് നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? ഓവർ പ്രൈസ് 11,50,000. 11,50,000 ഒരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ്, നമുക്ക് ഇതുണ്ടായത് നല്ല ജവണ്ടൻ കളക്ഷൻസ് ആണ്. കാരണം നമുക്ക് കേരളത്തിൽ ഇത്രയും നല്ല കളക്ഷൻസ് ഉള്ള ഒരു കട ഇല്ല എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ പോയി ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മളെ ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ, അത് നമുക്ക് ട്രാക്ക് ഒക്കെ മാക്സിമം ഫുൾ ഓൺ. ട്രാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാക്ക് അനുസരിച്ച് ഇത് ഓൺലൈനായിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് വരുന്നതാണ്. സോ നമ്മളെ വിളിച്ച് ചൂടായിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. നമ്മൾ കറക്റ്റ് ലോണുകളൊക്കെ മുമ്പത്തെ അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ലോൺ കിട്ടും എന്നുള്ളതാണല്ലോ മാനക്ക് അതിൻ്റെ ഒരു സിസ്റ്റം. അതേപോലെ നമുക്ക് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് ഒരു ടോക്കണൊക്കെ തന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങളെ ഡോക്യുമെൻ്റ് ഒക്കെ തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫുള്ളുള്ള വാഹനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മാക്സിമം നമുക്ക് ചെയ്യാം. അപ്പോൾ പെരുന്നാളാണ്, മഴക്കാലമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല മൈലേജും നല്ല ബഡ്ജറ്റുള്ള ഒത്തിരി വാഹനങ്ങളുണ്ട്. ഇനി പിന്നെ അതേപോലെ മാനിക്കെന്ന് പറഞ്ഞിട്ടുണ്ട് ഒത്തിരി ബഡ്ജറ്റ് കാറുകളോട് വീണ്ടും ആഡ് ഓൺ നമുക്ക് ചെയ്യുന്നുണ്ട്. കാരണം പുതിയൊരു ഷോപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൻ്റെ വർക്ക് ഏകദേശം അങ്ങോട്ട് പ്രീമിയം സെഗ്മെന്റ് വരുമ്പോൾ ഇവിടെ ഒന്നുകൂടെ നമുക്ക് ബഡ്ജറ്റ് കാറുകൾ നമുക്ക് ഇവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 10-26 വർഷമായിട്ട് നമുക്ക് ഇവിടെ ഉള്ള ഒരാളാണ്. ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കിഡ്ലൻ ഷോറൂമാണ്. അപ്പോൾ നമ്മളെ ഡെയിലി അപ്ഡേഷന് വേണ്ടി നമ്മളെ പേജ്, അതേപോലെ മാനുസ് കാർവറിൻ്റെ പേജൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവർ വേണ്ടി കാണാം. റിയാസൻ മാനുക സൈനിങ് ഓഫ്.